ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മൾ ചെറുപ്പം തൊട്ട് സ്കൂളുകളിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിൽ നിന്നും ഒക്കെ കേൾക്കുന്ന ഒരു ചോദ്യമാണ്, വലുതാകുമ്പോൾ എന്താകാനാണ് നിങ്ങൾക്ക് ആഗ്രഹമെന്ന്, അല്ലേ? അപ്പോൾ ഓരോരുത്തർക്കിടെയും ഡ്രീം എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ കുറച്ച് പേർക്ക് എഞ്ചിനീയർ ആകാനായിരിക്കാം, കുറച്ച് പേർക്ക് ഡോക്ടർ ആവാനായിരിക്കാം, മറ്റു ചിലർക്ക് ടീച്ചർ, അല്ലെങ്കിൽ ലോകം മൊത്തം അറിയുന്ന ഒരു സയൻറ്റിസ്റ്റ് ഒക്കെ ആകാനായിരിക്കും നമ്മുടെയൊക്കെ ഡ്രീംസ്, അല്ലേ? അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതുപോലെ ഓരോരോ ഡ്രീംസ് ഉണ്ട്. പക്ഷേ ഈ ഡ്രീംസ് ഒക്കെ നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ ഒരു ഡ്രീംസ് മാത്രം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഇല്ല, നമ്മൾ അതിന് വേണ്ടിയിട്ട് നല്ലപോലെ വർക്കും ചെയ്യണം, ശരിയല്ലേ? അതായത് നമ്മൾ നമ്മുടെ ഫ്യൂച്ചറിൽ ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ കോമൺ ആയിട്ട് പേടിക്കുന്ന ഒരു സബ്ജക്റ്റാണ് മാത്സ് എന്ന് പറയുന്നത്, ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് മാത്സ് ഇത്ര ടഫായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ട് ഒരു ഗൈഡൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് ഒരുപക്ഷെ ഈ സബ്ജക്റ്റുകൾക്കെല്ലാം കുറച്ചുകൂടി മാർക്ക് സ്കോർ ചെയ്യാമായിരുന്നു എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? അതായത് നമുക്ക് ഓരോ സബ്ജക്റ്റും ടഫായിട്ട് മാറുന്നത് എപ്പോഴാണ്? നമ്മൾ അതിൻ്റെ ബേസ് സ്ട്രോങ് ആയിട്ട് പഠിക്കാത്തത് കൊണ്ടാണ്, ശരിയല്ലേ? അപ്പോൾ നമ്മൾക്കിടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓരോ സബ്ജക്റ്റിൻ്റെയും, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് പോലുള്ള സബ്ജക്റ്റുകളുടെ ബേസ് സ്ട്രോങ് ആക്കിക്കൊണ്ട് നമുക്ക് ഡ്രീംസ് അച്ചീവ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മളെ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പ്രാപ്തരാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ബ്രില്യൻറ്റിൻ്റെ ഫൗണ്ടേഷൻ പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ ഈ പ്രോഗ്രാമിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത് ഒരു സ്ക്രീനിങ് ടെസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ ഈ സ്ക്രീനിങ് ടെസ്റ്റിൻ്റെ ഡേറ്റ് വരുന്നത് ഒക്ടോബർ 5-നാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്, അങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാകും, അല്ലേ? അപ്പം മാത്സിൽ എന്താണ് പഠിക്കേണ്ടത്, അതായത് ഇപ്പോൾ 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികൾ അവർ മാത്സിൽ ഏതൊക്കെ പോർഷൻസ് ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ടാണ് മിസ് ഇവിടെ വന്നിരിക്കുന്നത്. ഓൾറെഡി നമ്മുടെ സൈറ്റിൽ ബ്രോഷറിലെല്ലാം നിങ്ങൾ സിലബസ് കണ്ടിട്ടുള്ളതാണ്. എങ്കിലും ഓരോ ചാപ്റ്ററിൽ നിന്നും ഏതൊക്കെ ഏരിയാസ് ആണ് നിങ്ങൾ മസ്റ്റായിട്ട് നോക്കി പഠിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ആംഗിൾസ് ആണ്. അപ്പോൾ ആംഗിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് എന്തൊക്കെ പഠിക്കണ്ടേ എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, ആംഗിൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കേണ്ടത് ടൈപ്പ് ഓഫ് ആംഗിൾസ് ആണ്, ശരിയല്ലേ? അതുപോലെ നമ്മൾ ഒരു ആംഗിൾ പ്രൊട്രാക്ടർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആംഗിൾ എങ്ങനെ ഡ്രോ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ അത് മെഷർ ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ആംഗിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ മെയിനായിട്ട് നോക്കേണ്ടതാണ്. പിന്നെ വരുന്ന ചാപ്റ്ററാണ് ആവറേജ്, അല്ലേ? നമുക്ക് കുറച്ച് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ അത് നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ട ഒന്നാണ്. നെക്സ്റ്റ് ചാപ്റ്റർ ഫ്രാക്ഷൻ ആണ്, അല്ലേ? നമ്മൾ ചെറിയ ക്ലാസ്സിൽ തൊട്ട് ഫ്രാക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് പഠിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ഇവിടെ ഫോക്കസ് ചെയ്യേണ്ടത് ടൈപ്പ് ഓഫ് ഫ്രാക്ഷൻസ്, ലൈക്ക് അൺലൈക്ക് ഫ്രാക്ഷൻ, ലൈക്ക് ഫ്രാക്ഷൻ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഫ്രാക്ഷൻ നിങ്ങൾ നോക്കണം. പിന്നെ ഫ്രാക്ഷൻസ് വെച്ച് നമ്മൾ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ലൈക്ക് എങ്ങനെയാണ് രണ്ട് ഫ്രാക്ഷൻസ് ആഡ് ചെയ്യുക, എങ്ങനെയാണ് സബ്ട്രാക്ട് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ആ രീതിയിലുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ നിങ്ങൾ ഫ്രാക്ഷൻ്റെ കേസിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പോയിന്റാണ് റെസിപ്രോക്കൽ. അതായത് ഈ ഒരു ഫ്രാക്ഷൻ തന്നാൽ എങ്ങനെ നമുക്ക് അതിൻ്റെ റെസിപ്രോക്കൽ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ രണ്ട് ഫ്രാക്ഷൻസിനെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത് യൂസിങ് റെസിപ്രോക്കൽ മെത്തേഡ്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ മെയിനായിട്ട് ഫ്രാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് പഠിച്ചു വെക്കേണ്ടതാണ്. നെക്സ്റ്റ് ചാപ്റ്റർ ഈസ് വോളിയം, അല്ലേ? നമുക്കറിയാം റെക്ടാങ്കുലർ ബ്ലോക്ക്, വെസൽ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ അതിൻ്റെ വോളിയം കണ്ടുപിടിക്കാം. അപ്പോൾ വോളിയം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ ഇക്വേഷൻസ് നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ ചാപ്റ്ററിൽ നിന്നും നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ മറ്റ് 2 ചാപ്റ്റേഴ്സാണ് നോക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഡെസിമൽ ഫോം ആൻഡ് ഡെസിമൽ ഓപ്പറേഷൻസ്. അപ്പോൾ ഡെസിമൽ ഫോം ആൻഡ് ഡെസിമൽ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഡെസിമൽ നമ്പേഴ്സ്, അല്ലേ? അപ്പോൾ ഡെസിമൽ നമ്പേഴ്സിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? യെസ്, ഡെസിമൽ പ്ലേസസ് എന്താണെന്ന് നമ്മൾ നോക്കണം. അതുപോലെ 2 ഡെസിമൽ നമ്പേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അവരെ കമ്പയർ ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിക്കണം. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ഡെസിമൽ നമ്പേഴ്സിനെ എങ്ങനെ ആഡ് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കി വെക്കേണ്ട ഒന്നാണ്. ദെൻ നമുക്കൊരു ഡെസിമൽ നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇന്ത്യൻ പ്ലേസ് വാല്യൂ സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ എക്സ്പാൻഡഡ് ഫോം കണ്ടുപിടിക്കുക. അപ്പോൾ അതും നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട മറ്റൊരു ഏരിയയാണ്. ദെൻ അടുത്ത് വരുന്ന ചാപ്റ്റേഴ്സാണ് നമ്പേഴ്സ് ആൻഡ് നമ്പർ പ്ലേ. അപ്പോൾ നമ്പേഴ്സ് ആൻഡ് നമ്പർ പ്ലേ ആ ചാപ്റ്റർ ടൈറ്റിലിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ എന്തൊക്കെയാണ് അതിനകത്തുനിന്ന് പഠിക്കേണ്ടത്, അല്ലേ? ഏതൊക്കെ ടൈപ്പ് ഓഫ് നമ്പേഴ്സാണ് നമുക്ക് അറിയാവുന്നത്, ഏതൊക്കെയാണ്? നാച്ചുറൽ നമ്പേഴ്സ്, ഇൻറ്റീജേഴ്സ്, ഹോൾ നമ്പേഴ്സ്, പ്രൈം നമ്പേഴ്സ്, കോമ്പോസിറ്റ് നമ്പേഴ്സ്, അങ്ങനെ ഒരുപാട് കൈൻഡ് ഓഫ് നമ്പേഴ്സ് ഉണ്ട്, അല്ലേ? അപ്പോൾ ആ നമ്പേഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്പേഴ്സുകളെ എങ്ങനെ കമ്പയർ ചെയ്യാം, അല്ലെങ്കിൽ നമ്പേഴ്സുകൾ എങ്ങനെ ആഡ് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം, ഡിവൈഡ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ ചാപ്റ്ററിൽ നിന്ന് മെയിനായിട്ട് ഫോക്കസ് ചെയ്യണം. പിന്നെ വരുന്ന ചാപ്റ്ററാണ് ലൈൻസ് ആൻഡ് ആംഗിൾസ്.
അല്ലേ? അപ്പം നമുക്ക് ആദ്യം തന്നെ ലൈൻ സെഗ്മെൻറ്റ് എന്താണെന്നുള്ള ഒരു കോൺസെപ്റ്റ് കിട്ടണം, പിന്നെ ഒരു പോയിന്റ് എന്താണെന്നുള്ള കോൺസെപ്റ്റ് കിട്ടണം, പിന്നെ നമ്മൾ പഠിക്കേണ്ട ടൈപ്പ് ഓഫ് ആംഗിൾസ് ആണ്. അപ്പം നമുക്കറിയാം ഒരുപാട് ടൈപ്പ് ഓഫ് ആംഗിൾസ് ഉണ്ട്. അപ്പം മെയിനായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് അക്യൂട്ട് ആംഗിൾ എന്താ, ഒബ്റ്റ്യൂസ് ആംഗിൾ എന്താണ്, റൈറ്റ് ആംഗിൾ എന്താണ്. പിന്നെ നമ്മൾ പഠിക്കുന്ന മറ്റൊരു കേസാണ് ഈ സപ്ലിമെൻ്ററി ആംഗിൾ ആൻഡ് കോംപ്ലിമെൻ്ററി ആംഗിൾ, അല്ലേ? അപ്പോൾ എങ്ങനെയാണ് സപ്ലിമെൻ്ററി ആംഗിൾ, അതിൻ്റെ പ്രോപ്പർട്ടി എന്താണ്, കോംപ്ലിമെൻ്ററി ആംഗിളിൻ്റെ പ്രോപ്പർട്ടി എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ്. പിന്നെ ലൈൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പാരലൽ ലൈൻസ് ഉണ്ട്, ഇന്റർസെക്റ്റിംഗ് ലൈൻസ് ഉണ്ട്, സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്. അപ്പോൾ ആ ലൈൻസിൻ്റെ പ്രോപ്പർട്ടി, ഓരോ ലൈൻസും എങ്ങനെയാണ്, നമുക്ക് ഓരോ ലൈൻസും തന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ച് എങ്ങനെയാണ് ആംഗിൾസ് കണ്ടുപിടിക്കുക, അതൊക്കെ നമ്മൾ ആ ചാപ്റ്ററിൽ നിന്ന് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയ ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രൈം ടൈം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രൈം നമ്പേഴ്സ് എന്താണ്, കോം പ്രൈം നമ്പേഴ്സ് എന്താണ് എന്നൊക്കെ ഉള്ളത് നമ്മൾ ആ ചാപ്റ്ററിൽ നിന്ന് മെയിനായിട്ട് നോക്കണം. പിന്നെ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്, അത് മസ്റ്റായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു മെത്തേഡാണ് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. അപ്പോൾ അത് കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ നമ്പേഴ്സിന് നമുക്ക് പ്രൈം ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു വെക്കേണ്ട മറ്റൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്പേഴ്സ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഫാക്ടേഴ്സ്, മൾട്ടിപ്പിൾസ് ഒക്കെ കണ്ടുപിടിക്കാൻ അറിയാം, അല്ലേ? അപ്പോൾ LCM എന്താണ്, LCM എന്ന് വെച്ചാൽ എന്തായിരുന്നു, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, അല്ലേ? അതുപോലെ HCF ഹയസ്റ്റ് കോമൺ ഫാക്ടർ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മസ്റ്റായിട്ട് നോക്കി വെക്കേണ്ട മറ്റൊന്നാണ്. ദെൻ പെരിമീറ്റർ ആൻഡ് ഏരിയ. അപ്പോൾ നമുക്കറിയാം നമ്മൾ മെയിനായിട്ട് കണ്ടുവരുന്ന കുറച്ച് പോളിഗൺസ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു, റെക്റ്റാങ്കിൾ ഉണ്ട്, സ്ക്വയർ ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് നമുക്കറിയാവുന്ന കുറച്ച് പോളിഗൺസിൻ്റെ പെരിമീറ്ററും ഏരിയയും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, അത് മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട മറ്റൊരു കാര്യമാണ്. അതുപോലെ സർക്കിൾ, ഒരു സർക്കിൾ തന്നിട്ടുണ്ടെങ്കിൽ ആ സർക്കിളിൻ്റെ സർക്കംഫറൻസസ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. അതുപോലെ സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. അപ്പോൾ ഇതെല്ലാം നമുക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം, ഇക്വേഷൻസ് വേണം. അപ്പോൾ ഓരോ പോളിഗണിൻ്റെയും ഏരിയയും പെരിമീറ്ററും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് നിങ്ങൾ കറക്റ്റായിട്ട് എഴുതി തന്നെ പഠിക്കണം. നമുക്കറിയാം മാത്സ് ആകുമ്പോൾ വായിച്ച് പഠിച്ചിട്ട് കാര്യമല്ല, ശരിയല്ലേ? അപ്പോൾ എത്രത്തോളം നമ്മൾ എഴുതി പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് കാര്യങ്ങളെ നല്ല രീതിയിൽ ഗ്രാസ്പ് ചെയ്യാനായിട്ട് പറ്റും, ശരിയല്ലേ? അപ്പോൾ പെരിമീറ്റർ ആൻഡ് ഏരിയ എന്ന് പറയുന്ന ചാപ്റ്ററിൽ മെയിനായിട്ട് നിങ്ങൾ ഇക്വേഷൻസ് ഫോക്കസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ് പ്രോബ്ലംസ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വേർഡ് പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാനായിട്ട് ചാൻസ് ഉള്ളത് നമ്മുടെ പെരിമീറ്റർ ആൻഡ് ഏരിയ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നായിരിക്കും. അപ്പോൾ ബാക്കിയുള്ള എല്ലാ ചാപ്റ്ററിൽ നിന്നും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേർഡ് പ്രോബ്ലങ്ങളും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട മറ്റൊന്നാണ്. ഓക്കെ, ദെൻ പാരലൽ ലൈൻസ്. നമുക്കറിയാം പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരിക്കലും മീറ്റ് ചെയ്യില്ലാത്ത ലൈൻ, അതായത് രണ്ട് ലൈൻസിനും ബിറ്റ്വീനായിട്ട് എപ്പോഴും സെയിം ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന ലൈനാണ് പാരലൽ ലൈൻസ്, അല്ലേ? അപ്പോൾ ഈ പാരലൽ ലൈനിന് മറ്റൊരു ലൈൻ വന്ന് ഇൻ്റർസെക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ആംഗിൾ ഫോർമേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്, ശരിയല്ലേ? കോ എക്സ്റ്റീരിയർ ആംഗിൾ എന്താണ്, കോ ഇൻറ്റീരിയർ ആംഗിൾ എന്താണ്, കറസ്പോണ്ടിങ് ആംഗിൾസ് എന്താണ്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളെല്ലാം നിങ്ങൾ എന്തിൽ നിന്ന് പഠിക്കണം, പാരലൽ ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് പഠിക്കണം. അതായത് ഇതെല്ലാം പാരലൽ ലൈൻസിൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കുന്ന കേസുകളാണ്. അപ്പോൾ ആ ആംഗിൾസ് ഐഡൻറ്റിഫൈ ചെയ്യാനും ആ ആംഗിൾസ് യൂസ് ചെയ്തുകൊണ്ട് മറ്റേ ആംഗിൾസ് കണ്ടുപിടിക്കാനൊക്കെ നിങ്ങൾ മെയിനായിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഇൻറ്റീജർ. നമുക്കറിയാം ഇൻറ്റീജേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, പോസിറ്റീവ് നമ്പേഴ്സിൻ്റെയും നെഗറ്റീവ് നമ്പേഴ്സിൻ്റെയും, അതുപോലെ 0 ലൈക്ക് 1 2 3 0 -1 -2 -3 എക്സെട്ര, ആ ഒരു നമ്പേഴ്സിൻ്റെ കളക്ഷനെയാണ് നമ്മൾ ഇൻറ്റീജേഴ്സ് എന്ന് വിളിക്കുന്നത്, അല്ലേ? അപ്പോൾ ഇൻറ്റീജേഴ്സ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കണം. പിന്നെ നമ്മൾ പഠിക്കേണ്ടത് ആ ഇൻറ്റീജേഴ്സ് യൂസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഇൻറ്റീജേഴ്സിനെ എങ്ങനെ നമുക്ക് ആഡ് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. മിസ് ഓൾറെഡി പറഞ്ഞു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, അല്ലേ? അപ്പോൾ ഇൻറ്റീജേഴ്സ് ഇൻവോൾവ് ആകുന്ന മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട മറ്റൊരു കേസാണ്. ദെൻ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ, ഇൻറ്റീജേഴ്സിൻ്റെ കേസിൽ നമ്മൾ കുറേ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ പ്രോപ്പർട്ടീസ് ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രോപ്പർട്ടീസും നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഈ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് സിമ്പിൾ ഇക്വേഷൻ ആണ്. അപ്പോൾ ചാപ്റ്ററിൻ്റെ ടൈറ്റിലിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്, ഇക്വേഷൻസ്, അല്ലേ? ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആക്ച്വലി ഒരു സിമ്പിൾ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾജിബ്രായിക് എക്സ്പ്രഷനെ നമ്മളൊരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റിനോടോ അല്ലെങ്കിൽ മറ്റൊരു ഓൾജിബ്രായിക് എക്സ്പ്രഷനോടോ ഇക്വേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇക്വേഷൻ കിട്ടുന്നത്, അല്ലേ? ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇക്വാളിറ്റി ഓഫ് 2 സ്റ്റേറ്റ്മെൻ്റ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഡയറക്റ്റ് ഒരു ഇക്വേഷൻ ഇവർ തന്നിട്ട് നമ്മളോട് അത് സോൾവ് ചെയ്യാനായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് നമ്മൾ അതിനകത്തുനിന്ന് സിമ്പിൾ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, സിമ്പിൾ ഇക്വേഷൻ ഫോം ചെയ്തിട്ട് ദെൻ അതിനെ സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം സിമ്പിൾ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും അതിനകത്തൊരു വേരിയബിൾ ഉണ്ടാകും, കോഫിഷ്യൻ്റ് ഉണ്ടാകും, കോൺസ്റ്റൻ്റ് ഉണ്ടാകും, അല്ലേ? അപ്പോൾ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം കോമ്പിനേഷൻ ആണല്ലോ. അപ്പോൾ അതിലെ വേരിയബിളിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വേരിയബിളിൻ്റെ വാല്യൂവിനെയാണ് നമ്മൾ അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സോൾവ് ദ സിസ്റ്റം, സോൾവ് ദ സിമ്പിൾ ഇക്വേഷൻ എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വേരിയബിളിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ
കണ്ടുപിടിക്കലാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ വേരിയബിളിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഇക്വേഷനിൽ കുറേ റീഅറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യണം. അതായത് ടേംസിൻ്റെ ട്രാൻസ്ഫോർമേഷൻസ്, ഓരോ ടേംസിനെ നമുക്ക് എങ്ങനെ LHSലേക്ക് എടുക്കുമ്പോൾ എന്ത് ചേഞ്ചാണ് വരുന്നത്, RHSലേക്ക് എടുക്കുമ്പോൾ എന്ത് ചേഞ്ചാണ് വരുന്നത്, നമ്പേഴ്സിൻ്റെ സൈൻസ് ഒക്കെ എങ്ങനെ മാറും, ആ കേസുകളെല്ലാം നിങ്ങൾ നോക്കി വെക്കേണ്ട മറ്റൊരു കേസാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ഈ ഒരു കാര്യങ്ങൾ മിസ് ഇപ്പോൾ പറഞ്ഞ ഓരോ പോയിന്റുകളും ഉണ്ടല്ലോ, അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി വ്യക്തമായിട്ട് നിങ്ങൾ എഴുതി പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നമ്മുടെ ടെസ്റ്റ് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് നിങ്ങൾക്ക് അറിയാം, മാത്സ് ആയതുകൊണ്ട് നമ്മളിങ്ങനെ സിലബസ് മാത്രം പറഞ്ഞ് അല്ലെങ്കിൽ നിങ്ങളത് പഠിച്ചിട്ട് കാര്യമില്ല. ഏത് രീതിയിൽ എങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടാകും അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സൈറ്റിൽ മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴേ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. മിസ് ഓൾറെഡി പറഞ്ഞു, ഒക്ടോബർ 5-നാണ് നമ്മുടെ സ്ക്രീനിങ് ടെസ്റ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോഴേ തൊട്ട് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്ത് സ്ക്രീനിങ് ടെസ്റ്റ് നല്ല ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും അവരവർക്കുടെ ഡ്രീംസിനനുസരിച്ച് നല്ലപോലെ വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ. അപ്പോൾ ഒക്ടോബർ 5-ന് സ്ക്രീനിങ് ടെസ്റ്റ് എഴുതാൻ പോകുന്ന എല്ലാവർക്കും മിസ്സിൻ്റെ വലിയൊരു ഓൾ ദി ബെസ്റ്റ് നൽകുന്നു. Brilliant Study Center, India's #1 coaching center for NEET and JEE.